ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന സസ്പെൻസ് ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കൊറോണ ലോക്ക്ഡൌൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തുടർച്ചയായി ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വാർത്തകളിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലീസുകാർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് പോലീസിനെ വിമർശിക്കുകയാണ്. നമ്മുടെ നായകനാണ് ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ. അദ്ദേഹത്തിന്റെ സീനിയർ സംസാരിക്കാനായി വന്നിട്ടുണ്ട്. സീതാറാം, നിന്നിൽ ഞാൻ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു. അത് തെറ്റിക്കരുത്. എത്രയും പെട്ടെന്ന് ആ കുറ്റവാളിയെ കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ നായകനും അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ സ്റ്റേഷനിലിരുന്ന് നമ്മുടെ നായകൻ വിഷമിക്കുകയാണ്. സത്യത്തിൽ നായകന് സ്വന്തം എന്ന് പറയാൻ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. എന്നാൽ ചേച്ചി ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല. അദ്ദേഹം ആ ഫ്ലാഷ് ബാക്ക് ഓർത്തു നോക്കുകയാണ്. ചെറുപ്പത്തിൽ ചേച്ചിയോടൊപ്പം ചേർന്ന് അദ്ദേഹം ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നായകന്റെ ചേച്ചി അതേ നാട്ടിലുള്ള ഒരു പയ്യനുമായി പ്രണയത്തിലാണ്. അതിനെക്കുറിച്ച് നായകനും അറിയാം. ചേച്ചി ആ കാമുകന് കത്തുകളൊക്കെ എഴുതുന്നുണ്ട്. ഇത് കൊണ്ടുപോയി അവന് കൊടുക്കാൻ അനിയനോട് പറയുന്നു. അനിയൻ അത് കൊടുക്കാൻ പോകുന്നതിന് മുൻപേ അച്ഛൻ അവിടെ വന്ന് കൈയോടെ പിടിക്കുകയാണ്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന് ചോദിച്ച് അച്ഛൻ ദേഷ്യപ്പെടുന്നു. ഇനി ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം തീർത്തു പറയുന്നു. എന്നാൽ ചേച്ചി താൻ അയാളോടൊപ്പം തന്നെ പോകുമെന്ന് പറയാണ്. അച്ഛൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൾ അയാളോടൊപ്പം വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ പോയവർ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരികെ വരികയാണ്. അവൾ ഗർഭിണിയാണ്. വീട്ടുകാർ സ്വീകരിക്കുന്ന വിശ്വാസത്തിലാണ് അവർ വന്നിരിക്കുന്നത്. അനിയനും ചേച്ചിയോട് സംസാരിക്കാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അച്ഛനോട് ചേച്ചി വന്ന കാര്യം പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അവൾ മരിച്ചുപോയി. പോകാനാണെങ്കിൽ നിനക്കും പോവാം എന്ന് അച്ഛൻ പറയാണ്. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇവനൊന്നും മിണ്ടുന്നില്ല. എന്താ അനിയ നീ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞ് ചേച്ചി വിഷമിക്കുകയാണ്. ഇനി അനിയനോട് സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അവർ ഭർത്താവിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അളിയൻ നല്ലൊരു ജോലിയിലാണ്. അതുപോലെ ചേച്ചിക്ക് 20 വയസ്സുള്ള ഒരു മകളുമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം യാദൃശികമായി നായകൻ ചേച്ചിയെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയാണ്. ചേച്ചിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചേച്ചി അദ്ദേഹത്തെ ഗൗനിക്കാതെ അവിടെ നിന്ന് പോവാണ്. നായകൻ താമസിക്കുന്ന അതേ നാട്ടിൽ തന്നെയാണ് ചേച്ചിയുള്ളത്. നമ്മുടെ നായകൻ സ്റ്റേഷനിലുള്ള എല്ലാവരുമായും ഒരു കുടുംബം പോലെയാണ് ഇടപെടുന്നത്. ഒരു ലേഡി അവിടെ കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് നാളായി സ്റ്റേഷനിൽ വരുന്നില്ല. സുഖമില്ലാത്തതിനാലാണ് വരാത്തതെന്ന് എല്ലാവരോടും പറഞ്ഞു. പെട്ടെന്ന് ആ ലേഡി കോൺസ്റ്റബിൾ അസുഖം ബാധിച്ച് മരിച്ചെന്ന വാർത്തയാണ് വരുന്നത്. ഇതെന്താ നേരത്തെ പറയാതിരുന്നത്? ഞാൻ വീട്ടിൽ പോയി വിവരങ്ങൾ അന്വേഷിക്കണമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. അവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകനെ കണ്ട് ആശ്വസിപ്പിക്കാനായി അദ്ദേഹം അവിടെ വരുന്നു. സംസാരിച്ച ശേഷം അവിടെ നിന്നും മടങ്ങാണ്. നായകൻ സ്റ്റേഷനിൽ വരുമ്പോൾ ഒരു അമ്മയും മകനും പരാതി നൽകാനായി വന്നിട്ടുണ്ട്. അതെന്താണെന്നാൽ ഇവരുടെ ഭർത്താവായ രംഗയെ കാണാനില്ല. അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, ഒരു വിവരമില്ല സർ. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ വന്നതെന്ന് അവർ പറയുന്നു. വിഷമിക്കണ്ട, അയാൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആരോടും പ്രശ്നങ്ങളില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹവും പറയുന്നു. അപ്പോഴാണ് ഒരിടത്ത് ഒരു മൃതദേഹം കിട്ടിയെന്ന വിവരം ലഭിക്കുന്നത്. അദ്ദേഹം ടീമുമായി ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. കാണാതായ രംഗയുടെ ബോഡിയാണ് കിട്ടിയിരിക്കുന്നത്. അതും വളരെ ക്രൂരമായ രീതിയിലാണ് ബോഡി കിടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ അദ്ദേഹം ആളുകളോട് പറയുന്നുണ്ട്. അതായത് ശരീരത്തിൽ കമ്പി വെച്ച് വരിഞ്ഞു മുറിക്കിയാൽ എങ്ങനെ ഇരിക്കോ അതുപോലെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നിലയിലാണ് ബോഡിയുള്ളത്. ഇത് പരിശോധിച്ച് ഡോക്ടർ പറയുന്നു, എന്റെ സർവീസിൽ ഇതുപോലൊരു ബോഡി ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒറ്റയടിക്ക് കുത്തിയാൽ മരിക്കുമെന്നതിനാൽ കുറേശ്ശെയായി കുത്തി പീഡിപ്പിച്ച ശേഷമാണ് കൊന്നിരിക്കുന്നത്. സാധാരണക്കാരനെ പോലെ തോന്നുന്നില്ല സർ, ഒരു സൈക്കോ കൊലയാളിയാണെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണം എന്ന് പറയുന്നു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നായകനും അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ പാരലായി സെൽവ എന്നൊരാളെ കാണിക്കുന്നു. ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച ഒരാളെ കത്തി കൊണ്ട് ക്രൂരമായി കുത്തുകയാണ്. ഇയാളാണോ കൊലപാതകം നടത്തിയെന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നായകൻ രംഗയുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രംഗയ്ക്ക് മകൻ മാത്രമല്ല ഒരു മകൾ കൂടിയുണ്ട്. അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ബോഡി കൊണ്ടുപോകാമെന്ന് കരുതുമ്പോൾ നായകന്റെ അസിസ്റ്റന്റ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊരു ബോഡി കൂടി കിട്ടിയിട്ടുണ്ട് സർ. മരിച്ചയാളുടെ പേര് മുകേഷ് എന്നാണെന്ന് പറയുന്നു. അതിനുള്ളിൽ അടുത്ത ബോഡിയോ എന്ന് കേട്ട് നായകൻ ഞെട്ടുകയാണ്. ഈ ബോഡിയും കാട്ടുപ്രദേശത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച നിലയിലാണ് ബോഡി. ഡോക്ടർ നേരത്തെ തന്നെ ഇതൊരു സീരിയൽ കില്ലർ ആകാൻ സാധ്യതയുണ്ടെന്നും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അടുത്ത ബോഡിയും കിട്ടി. തീർച്ചയായിട്ടും ഇതൊരു സീരിയൽ കില്ലർ ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതുവരെ 2 പേര് മരിച്ചു. ഈ 2 പേർക്കും പൊതുവായി എന്തൊക്കെയുണ്ടെന്ന് ശ്രദ്ധിക്കണം. അവരുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൂടാതെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ നാട്ടിലേക്ക് പുതുതായി ആര് വന്നാലും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും പറയുന്നുണ്ട്. പോലീസുകാരും അത് സമ്മതിക്കുന്നു. ഈ കൊലയാളി വളരെ ക്രൂരനാണ്. എന്നാൽ പുറമേ അത് തീരെ അറിയില്ല. അത്തരത്തിൽ അവൻ നമുക്കിടയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ മുന്നിൽ വന്നാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സെൽവ എന്ന ആളെ കാണിക്കുന്നു. അതായത് ഇടയ്ക്ക് കൊലപാതകം ചെയ്യുന്നതായി കാണിച്ച ആളെ. ഇപ്പോൾ നമ്മുടെ നായകൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സെൽവ അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുന്നു.
ഈ സെൽവ ഒരു ടീച്ചറായി ജോലി ചെയ്തിരുന്ന ആളാണ്. സാർ, ഒരു പരാതി നൽകാനാണ് വന്നത് എന്ന് അയാൾ പറയുന്നു. സ്റ്റേഷനിൽ വരാറുന്നില്ലേ എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. അല്ല സാർ, എൻ്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സ്റ്റേഷനിൽ വന്നാൽ അത് ശരിയാവില്ല എന്ന് പറയുന്നു. ശരി, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പല കാര്യങ്ങളും വിശദീകരിക്കുന്നു. ഒരു പയ്യൻ എൻ്റെ മകളെ വീട്ടിൽ വന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു സാർ, പ്രണയമാണെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യാണ് എന്ന് പറയുന്നു. സാർ, നിങ്ങളുടെ സ്റ്റേഷൻ വേറൊരു പരിധിയിലാണ് വരുന്നത്, നിങ്ങൾ അവിടെ പോയി പരാതി നൽകുക എന്ന് അദ്ദേഹം പറയാണ്. സാർ, ഒരു മാസത്തിലേറെയായി ഞാൻ ആ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു, ആരും കൃത്യമായി പ്രതികരിക്കുന്നില്ല, വീട്ടിൽ വന്ന് ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ നല്ലവനാണെന്ന്, അതുകൊണ്ടാണ് സാർ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആ പയ്യൻ എൻ്റെ മകളെ വല്ലാതെ ശല്യം ചെയ്യുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നു. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, പക്ഷേ വിവരങ്ങൾ നൽകാൻ സ്റ്റേഷനിൽ വരണം, കൃത്യമായി പരാതി നൽകിയാലേ ശരിയാവൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വിവരം ലഭിക്കുകയാണ്. അദ്ദേഹം പുറപ്പെടുകയാണ്. രണ്ടാമതായി കൊല്ലപ്പെട്ട മുകേഷിന്റെ സുഹൃത്തിനെ കാണാനാണ് വന്നിരിക്കുന്നത്. അവസാനമായി മുകേഷ് നിങ്ങളോടാണ് സംസാരിച്ചത്, എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുകയാണ്. സാർ, മുകേഷിന് ഒരു 50,000 രൂപ ആവശ്യമുണ്ടായിരുന്നു, ആ പൈസയാണ് ഞാൻ നൽകിയത്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുന്നു. ശരി, മുകേഷിന് ആരോടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, സാർ, ഈ ലോഡ് ഇറക്കുന്ന പയ്യന്മാരുമായി മുകേഷിന് പ്രശ്നമുണ്ടായിരുന്നു, ആ ലോഡ് ഇറക്കുന്ന പയ്യന്മാരുടെ സ്വഭാവവും അത്ര ശരിയല്ല എന്ന് പറയുന്നു. CCTV പരിശോധിക്കണമെന്ന് പറഞ്ഞ് ആ ലോഡ് ഇറക്കുന്ന പയ്യന്മാരും മുകേഷും തമ്മിലുണ്ടായ വഴക്ക് അദ്ദേഹം കാണുന്നു. ഇരുവരും തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്. ഈ ലോഡ് ഇറക്കുന്ന പയ്യന്മാർക്കും ഇതിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്, ഇവരെവിടെയുണ്ടെങ്കിലും പൊക്കണം എന്ന് അദ്ദേഹം പറയാണ്. ഇപ്പോൾ ഇതേ കടയിലേക്ക് ഒരു പ്രായമായ ആൾ വരികയാണ്. അയാൾ മദ്യം വാങ്ങുന്നു. അടുത്ത് മീൻ പിടിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, അവിടെ വന്ന് മദ്യപിച്ചുകൊണ്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ മീൻ പിടിക്കുമ്പോൾ അടുത്തൊരു സ്ഥലത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണത് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് അയാൾ നോക്കാൻ പോവാണ്. അങ്ങനെ പോയ ആളെ ആരോ ആക്രമിക്കുന്നതായി നമ്മളെ കാണിക്കുന്നു. ഇപ്പോൾ നായകൻ ആ ലോഡിറക്കുന്ന പയ്യന്മാരുമായി സംസാരിക്കുകയാണ്. നിങ്ങളാണോ എന്തെങ്കിലും ചെയ്തത് എന്ന് ചോദിക്കുന്നു. സാർ, ഞങ്ങൾക്ക് ശമ്പള കുടിശ്ശിക ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് വഴക്കിട്ടു, അല്ലാതെ വേറൊന്നുമില്ല എന്ന് അവർ പറയാണ്. ആ സമയത്ത് സെൽവ മാസ്റ്റർ അവിടെ വരുന്നു. വന്നയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാർ, ശല്യം ചെയ്യുന്ന പയ്യന്റെ പേര് രഘു എന്നാണ്, ഇതാണ് രഘുവിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ നൽകുന്നു. വിഷമിക്കണ്ട, ഞാൻ എന്താണെന്ന് അന്വേഷിക്കാം, നിങ്ങൾ പൊക്കോളൂ എന്ന് അദ്ദേഹം പറയാണ്. ശരി എന്ന് പറഞ്ഞ് സെൽവ പോവാണ്. ഇപ്പോൾ രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ മൂന്നാമതൊരാൾ കൂടി മരിക്കുന്നു. അതായത് മദ്യം വാങ്ങി മീൻ പിടിക്കാൻ വന്നയാൾ മരിച്ചിരിക്കുകയാണ്. എന്താണിത്, അടുത്തടുത്ത ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ ഭാഗത്ത് ഒരു വണ്ടിയിൽ നിന്നും പൊട്ടിയ പോലെ ഒരു കഷ്ണം കിട്ടുന്നു. എന്താ, പഴയ വണ്ടിയിൽ നിന്നും പൊട്ടിയതുപോലെ ഒരു പീസ്, ഇതെടുത്ത് വെക്കാൻ അദ്ദേഹം പോലീസുകാരോട് പറയാണ്. ഡോക്ടർ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഇതുവരെ കൊല്ലപ്പെട്ട എല്ലാവർക്കും പെൺമക്കളുണ്ട്. അത് നായകന്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ പോലീസുകാരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇപ്പോൾ നായകൻ തന്റെ തോക്കെടുക്കാമെന്ന് കരുതുമ്പോൾ കബോർഡ് തുറന്നിരിക്കുന്നു. കബോർഡിലാണ് ഞാൻ തോക്ക് വെച്ചത്, ഇപ്പോൾ തോക്ക് കാണാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. സാർ, സ്റ്റേഷനിൽ വന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുമോ? ആ ലോഡിറക്കുന്ന പയ്യന്മാരെ അവസാനമായി ചോദ്യം ചെയ്തിരുന്നില്ലേ, അവരെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസുകാർ പറയുന്നു. അവന്മാരെ പൂട്ടണം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നു. മുകേഷ് കൊലപാതകത്തിൽ അവർക്ക് പങ്കില്ലെന്ന് കണ്ടാണ് അവരെ വിട്ടയച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും പിടിച്ച് തോക്കെടുത്തോ എന്ന് ചോദിച്ച് തല്ലുകയാണ്. എന്നാൽ ആ പയ്യന്മാർ തോക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സെൽവ വന്നില്ലേ, അയാളാണ് തോക്കെടുത്തോണ്ട് പോയത്. ഇപ്പോൾ കട്ട് ചെയ്ത് നമ്മുടെ നായകനെ കാണിക്കുന്നു. സെൽവ നൽകിയ ആ രഘുവിന്റെ ഫോട്ടോ നോക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് സെൽവയെ സംശയം തോന്നുന്നില്ല. അയാൾ വന്ന് തോക്കെടുത്തു കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഈ രഘു ആ മാസ്റ്ററുടെ മകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇവനെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം പോലീസുകാരോട് പറയാണ്. ശരിയെന്ന് പറഞ്ഞ ആ ഫോട്ടോ വാങ്ങി അവർ പോകുന്നു. അങ്ങനെ ഫോട്ടോ കൊണ്ടുപോയ ആൾക്ക് ഈ ഫോട്ടോ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ട്. അവിടെയുള്ള ബോർഡിൽ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വ്യക്തി 3 മാസത്തിലധികമായി മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവുന്നു. സാർ, ഇവൻ 3 മാസമായി മിസ്സിംഗ് ആണ് എന്ന് പോലീസുകാരൻ നായകനോട് പറയുന്നു. എന്താ പറയുന്നത്, അവൻ ശല്യം ചെയ്യുന്നുണ്ടെന്നാണല്ലോ അയാൾ പറഞ്ഞത്. ശരി, ഈ പയ്യനെ കാണാനില്ലെന്ന് പരാതി നൽകിയത് ആരാണ്, അവരെ വിളിച്ചു വരുത്ത് എന്ന് അദ്ദേഹം പറയാണ്. രഘുവിന്റെ അമ്മയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ വന്ന അവർ പയ്യനെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. പയ്യനെ കിട്ടിയില്ല, എത്ര മാസമായി കാണാതായിട്ട് എന്ന് ചോദിക്കുന്നു. 3 മാസമായി എന്ന് അവർ പറയാണ്. 3 മാസമായി കാണാതായ പയ്യൻ എങ്ങനെ മാസ്റ്ററുടെ മകളെ ശല്യം ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സാർ, ആ മാസ്റ്റർ കുറച്ച് മാനസികമായി പ്രശ്നമുള്ള ആളാണ് സാർ, അയാൾ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട എന്ന് അവർ പറയുന്നു. എന്താ പറയുന്നത്, മാനസിക പ്രശ്നമുള്ള ആളാണെന്നോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതെ സാർ, അയാളെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം എന്ന് അവർ പറയുന്നു. മാസ്റ്ററുടെ മകൾ 3 മാസം മുമ്പ് തന്നെ മരിച്ചുപോയെന്ന് ഈ സ്ത്രീ പറയുന്നു. ഇദ്ദേഹം ഉടനെ അടുത്ത സ്റ്റേഷനിലേക്ക് വരികയാണ്. സത്യത്തിൽ മാസ്റ്ററുടെ മകൾ മരിച്ചത് ഇവിടെയാണ് കേസായിട്ടുള്ളത്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്താണ് മരിച്ചത്. ആ മാസ്റ്റർ തൻ്റെ മകളെ ശല്യം ചെയ്യാൻ ഒരുത്തം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം സ്റ്റേഷനിൽ വന്നിരുന്നു. ആ മാസ്റ്റർക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ പറഞ്ഞു വിടുകയായിരുന്നു. സത്യത്തിൽ ആ മാസ്റ്ററുടെ ഭാര്യ പല വർഷങ്ങൾക്ക് മുമ്പ് തീ പൊള്ളലേറ്റ് മരിച്ചിരുന്നു. അങ്ങനെ അയാളോട് സംസാരിച്ചപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞതെന്ന് പറഞ്ഞ് അവർ ഫയലുകളൊക്കെ കാണിക്കുന്നു. അപ്പോൾ ചില ഫയലുകൾ താഴെ വീഴാണ്. സോറി എന്ന് പറഞ്ഞ് നായകൻ ആ ഫയലുകൾ എടുത്തു നൽകുന്നു. ഇപ്പോൾ മാസ്റ്ററെ കുറിച്ച് മറ്റുള്ളവരോട് അന്വേഷിക്കുകയാണ്. അയാൾ ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്നില്ലേ, അവിടെ ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയിരുന്നത്.
തനിയെ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എല്ലാവരും അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അയാളുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന് പോലീസുകാരോട് അദ്ദേഹം പറയുന്നു. പോലീസുകാരും അയാളുടെ വീട്ടിൽ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. അയാൾ വീടിനുള്ളിൽ കത്തിവെച്ച് ആരെയോ കുത്തുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. ചാകട എന്ന് പറഞ്ഞ് കുത്തുന്ന പോലെയുള്ള ശബ്ദം. ഈ വിവരം അവർ നായകനെ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് അയാളുടെ വീടിനുള്ളിൽ കയറണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇപ്പോൾ മാസ്റ്റർ സെൽവയാണ് കാണിക്കുന്നത്. വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ ചിലരെയൊക്കെ അയാൾ സങ്കല്പിച്ച് കാണുന്നു. ഇയാളെ ഭ്രാന്തൻ എന്ന് അവർ വിളിക്കുന്നു. ഞാൻ ഭ്രാന്തനല്ല എന്ന് പറഞ്ഞ് ഇയാൾ ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുറിക്കുള്ളിൽ രണ്ടുപേരെ റൊമാൻസ് ചെയ്യുന്ന പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. അതായത് അയാളുടെ മകളും രഘു എന്ന പയ്യനും റൊമാൻസ് ചെയ്യുന്ന പോലെയുള്ള ശബ്ദം. അയാൾ പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കുന്നു. ഇയാളെ കണ്ട് ഇരുവരും ഭയക്കാണ്. അയാൾ രഘുവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ അടിച്ച് വളരെ ക്രൂരമായി അവന്റെ കഥ കഴിക്കുന്നു. കത്തിവെച്ച് തുടർച്ചയായി കുത്തിയാണ് കൊല്ലുന്നത്. മകൾ ഇത് കണ്ട് വിഷമിച്ച് കരയുന്നുണ്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ 3 മാസം മുൻപ് ഈ സംഭവം നടന്നിരുന്നു. ഈ സംഭവം നടന്നുകൊണ്ടാണ് അയാൾ രഘുവിനെ കൊലപ്പെടുത്തിയത്. രഘു മരിച്ചത് കൊണ്ടുണ്ടായ വിഷമം സഹിക്കാൻ കഴിയാതെയാണ് അയാളുടെ മകൾ ആത്മഹത്യ ചെയ്തത്. അന്നു മുതലാണ് അയാൾ മാനസികമായി തകർന്നത്. വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ നടക്കുന്നതായി അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മകൾ അച്ഛനുടനെ പിടിക്കപ്പെടും എന്ന് സംസാരിക്കുന്നതായൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് ആരോ വാതിൽ മുട്ടുന്നത്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകനാണ് വന്നിരിക്കുന്നത്. ശരി, നിങ്ങളുടെ മകളുടെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ശരി, വാ എന്ന് പറഞ്ഞ് അയാളും ഇരുത്തുകയാണ്. ഇന്ന് ആ രഘു വീട്ടിൽ വന്നാൽ ഞാൻ അവനെ പിടികൂടാം എന്നൊക്കെ നായകൻ പറയുന്നുണ്ട്. അയാൾ ഒന്നും മിണ്ടാതെ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി നായകന് എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നായകൻ അയാളുടെ വീട് പരിശോധിക്കാമെന്ന് കരുതി ഓരോ സ്ഥലമായി നോക്കുകയാണ്. നായകൻ പരിശോധിക്കുന്നത് അയാളും ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ മകളെ അയാൾ വീണ്ടും സങ്കല്പത്തിൽ കാണുകയാണ്. നീ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അച്ഛനെ കളിയാക്കുന്നു. നായകൻ ഓരോ സ്ഥലമായി നോക്കി വരുമ്പോൾ ഒരു വലിയ ഡ്രമ്മിൽ നിന്ന് ദുർഗന്ധം വരികയാണ്. ആ ഡമ്മിക്കുള്ളിലാണ് രഘുവിന്റെ ബോഡി ഉള്ളത്. 3 മാസമായി ബോഡി ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നായകൻ കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ അയാൾ നായകന്റെ കയ്യിൽ നിന്നും എടുത്ത തോക്ക് ഉപയോഗിച്ച് നായകനെ വെടിവെക്കുന്നു. ഇപ്പോൾ നായകൻ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് ഇയാളുമായി ഫൈറ്റ് ചെയ്യാണ്. ഇയാളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ നായകന്റെ പോലീസുകാർ ശബ്ദം കേട്ട് അവിടേക്ക് വരുന്നു. അങ്ങനെ വന്നവർ ഈ മാസ്റ്റർ സെൽവയെ പിടികൂടുന്നു. ഇയാളാകാം മറ്റു കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ടാവുക എന്നവർ കരുതുന്നു. എന്താണെന്ന് അന്വേഷിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റതിന് ചികിത്സയൊക്കെ എടുക്കുന്നുണ്ട്. സീനിയർ ഓഫീസറും കുറ്റവാളിയെ പിടിച്ചതിന് അഭിനന്ദിക്കുന്നുണ്ട്. ഇയാളാണ് മറ്റു കൊലപാതകങ്ങളും നടത്തിയതെന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം മാനസികമായ പ്രശ്നമുള്ളത് കൊണ്ട് അത് ചെയ്തിട്ടുണ്ടാകുമെന്ന് അവർ കരുതാണ്. ഈ സ്റ്റേഷനിൽ തന്നെ മുത്തു എന്നൊരു പോലീസുകാരനുണ്ട്. അയാളെ 2 ദിവസമായി കാണാനില്ല. 2 ദിവസമായി മുത്തു എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് ഒരു പഴയ വീട് കാണിക്കുന്നു. ആ വീടിനുള്ളിലാണ് മുത്തുവിനെ ആരോ ടോർച്ചർ ചെയ്ത് കൊന്നിരിക്കുന്നത്. അടുത്ത ജോലി ചെയ്യുന്ന ചിലർ ഇവിടെ ഒരു ബോഡി കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നു. ഇപ്പോൾ നായകനും ടീമും മുത്തുവിന്റെ ബോഡി കണ്ട് ഞെട്ടുകയാണ്. കാരണം അതേ പാറ്റേണിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ആ മാസ്റ്റർ പിടിക്കപ്പെട്ടതിന് ശേഷവും കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ മാസ്റ്റർ അല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്നും വേറെ ആരോ ആണെന്നും നായകന് മനസ്സിലാവുന്നു. ഈ സമയത്ത് മീഡിയ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് സീനിയർ ഓഫീസർ, നീ യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ചെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്നാൽ യഥാർത്ഥ കുറ്റവാളിയെ ഇനിയും പിടിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ മുത്തുവിന്റെ ഫാമിലി അവിടെ വരികയാണ്. മുത്തുവിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ആ സാധനങ്ങളിൽ നിന്നും ഒരു പേപ്പർ താഴെ വീഴുന്നു. അത് മ്യൂസിക് ക്ലാസ്സിനുള്ള രസീതാണ്. ആ രസീത് കാണുന്ന മുത്തുവിന്റെ ഭാര്യ, എൻ്റെ മോള് പാട്ട് പഠിക്കുന്നത് എൻ്റെ ഭർത്താവിന് തീരെ ഇഷ്ടമല്ലായിരുന്നു, എന്നാലും ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഫീസ് അടപ്പിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോഴാണ് നായകന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. ആദ്യം മരിച്ചയാളുടെ മകളും പാട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാ പെൺകുട്ടികളും പാട്ട് പഠിക്കുന്നവരാണോ എന്ന് അന്വേഷിക്കണമെന്ന് അദ്ദേഹം കരുതുകയാണ്. ഇതുവരെ മൊത്തം 4 പേരാണ് കൊല്ലപ്പെട്ടത്. ആ 4 പേർക്കുള്ള പെൺകുട്ടികൾ ഒരേ സ്ഥലത്ത് മ്യൂസിക് പഠിക്കുന്നവരാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. അതെങ്ങനെ ഇവിടെ മ്യൂസിക് പഠിക്കുന്ന 4 പെൺകുട്ടികളുടെ അച്ഛന്മാർ മാത്രം കൊല്ലപ്പെടുന്നത്? എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതായത് കൊലപാതകം ചെയ്യുന്നയാളുടെ വീട്ടിലുള്ളവരും സമാനമായ രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരിയോ അമ്മയോ ആകാം. അതിന് പ്രതികാരം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അദ്ദേഹം പോലീസുകാരോട് പറയുന്നു. ഞാൻ പറയുന്ന പോലെ എല്ലാവരുടെ വീട്ടിലും അന്വേഷിക്കാൻ പറയുന്നു. അദ്ദേഹം ഒരു വീട്ടിൽ അന്വേഷിക്കാൻ വരികയാണ്. അതായത് അടുത്തിടെ ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് ആ പെൺകുട്ടി പറയാണ്. ശരി, അടുത്തിടെ ആരെങ്കിലും എന്തെങ്കിലും തന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്നാണ് മറുപടി പറയുന്നത്. അദ്ദേഹം വീടിന് ചുറ്റും നോക്കുമ്പോൾ ഒരു വീണ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഈ വീണ നല്ലതാണല്ലോ, ആരാണ് തന്നത് എന്ന് ചോദിക്കുകയാണ്. സാർ, ആരും തന്നതല്ല, താഴെ കിടന്ന് കിട്ടിയതാണ് എന്ന് പെൺകുട്ടി പറയുന്നു. ഇതുപോലെ മറ്റു സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലും പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ എല്ലാവരും താഴെ നിന്ന് കിട്ടിയതാണെന്ന് പറയാണ്. അതും ഇവിടെ വീട്ടുപക്കൽ നിന്നാണ് കിട്ടിയത്.
പൂട്ടിയിട്ടിരിക്കുന്നത്. കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഈ പെൺകുട്ടികൾ അത് എടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൊലയാളി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നായകന് മനസ്സിലാവുന്നു. അതായത് ആരുടെ അച്ഛനെയാണോ കൊല്ലാൻ പോകുന്നത് ആ പെൺകുട്ടികൾക്ക് ഈ വീണ കിട്ടാൻ അവൻ അവസരമൊരുക്കുന്നു. ഈ പെൺകുട്ടികൾ വീണ എടുത്ത ഉടനെ അവൻ അച്ഛന്മാരുടെ കഥ കഴിക്കുന്നു എന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഏത് വീട്ടിലാണോ വീണ കിട്ടുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം, എങ്കിലേ കൊല ചെയ്യപ്പെടുന്ന ആളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. നമ്മുടെ നായകൻ അടുത്ത സ്റ്റേഷനിൽ വെച്ച് ചില ഫയലുകൾ താഴെ ഇട്ടിരുന്നില്ലേ, അതിലൊരു ഫയലിൽ ഇതേ വീണ അദ്ദേഹം കണ്ടിരുന്നു. ആ ഫയൽ വീണ്ടും കാണാനായി അദ്ദേഹം ആ സ്റ്റേഷനിലേക്ക് വരികയാണ്. അന്ന് ഞാൻ താഴെയിട്ട ഫയലുകളൊക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ്. അവിടെയുള്ളയാൾ അത് കാണിച്ചു കൊടുക്കുന്നു. ആ ഫയലുകളെല്ലാം പരിശോധിക്കുമ്പോൾ അതിലൊരു പ്രധാന ഫയൽ അദ്ദേഹം കാണുന്നു. ആ ഫയലിൽ ഒരു വലിയ മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അച്യുതൻ എന്നാണ്. ആ അച്യുതൻ കൊല്ലപ്പെട്ട സ്ഥലത്തിനടുത്തായി ഈ വീണ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുടെ അതേ ഏരിയയിൽ തന്നെയാണ് അച്യുതനും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ കേസ് അന്വേഷിച്ചത് ആരാണ് എന്ന് അദ്ദേഹം നോക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ സർവീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിരമിച്ചു എന്ന് അവിടെയുള്ളയാൾ പറയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണണമെന്ന് കരുതി നായകൻ വീട്ടിലെത്തുന്നു. ആ കേസിനെ കുറിച്ച് വിശദമായി പറയുക എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹവും പറയാമെന്ന് പറഞ്ഞ് തുടക്കം മുതൽ പറയുന്നു. ഇപ്പോൾ മഞ്ജ എന്നൊരു പയ്യനെ കാണിക്കുന്നു. ഇവൻ പാട്ട് ക്ലാസ്സിലെ പ്രിയ എന്നൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഒരു ടീച്ചറുടെ അടുത്ത് പഠിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അവനെ കാണാനായി വരികയാണ്. ഈ പ്രിയ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ വലിയ ആളാണ്. ഇവർ പ്രണയിക്കുന്നത് വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഇവർ വീട്ടിലറിയാതെ ഇടയ്ക്കിടെ റൊമാൻസ് ഒക്കെ ചെയ്യും. ഇങ്ങനെ റൊമാൻസ് ചെയ്യുന്നത് അച്യുതൻ എന്ന പ്രായമായ ആൾ കാണുന്നു. ആ വലിയ മനുഷ്യൻ കണ്ടുവെന്നറിഞ്ഞപ്പോൾ മഞ്ജ ഭയക്കാണ്. ഈ കാര്യം വീട്ടിൽ മാത്രം പറയരുത്, വേണമെങ്കിൽ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നു. എന്നിട്ടും ഈ അച്യുതൻ ആ പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛന് അത് അംഗീകരിക്കാനായില്ല. അവനെ വല്ലാതെ മർദ്ദിക്കുന്നു. ഇവന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇയാളുടെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്. അവർക്കെതിരെ ഇവൻ മോശമായി പെരുമാറിയെന്ന് ഇയാൾ വരുത്തി തീർക്കുന്നു. ആ സ്ത്രീക്ക് കുറച്ച് കാശ് കൊടുത്ത് കള്ളപ്പരാതി നൽകാനും പറയുന്നു. ആ പരാതിയിൽ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. 1 വർഷത്തോളം ചെയ്യാത്ത തെറ്റിന് അവൻ ജയിലിൽ കിടക്കാണ്. പിന്നീട് വീട്ടിൽ വരുമ്പോൾ അമ്മ ഇവനെ വീട്ടിൽ കയറ്റുന്നില്ല. കാരണം ഇവൻ ശരിക്കും തെറ്റ് ചെയ്തു എന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. നിനക്കൊരു അനിയത്തി ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഇറക്കുന്നു. അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി അവൻ വിഷമിച്ച് പോവാണ്. ഇതുകൂടാതെ പ്രിയ എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നില്ലേ, ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞു പോയി. ആ പ്രിയയുടെ അച്ഛൻ അപകടത്തിൽ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അയാളോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല. എന്നാൽ തന്നെ കുടുക്കിയ അച്യുതനെ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ഈ പയ്യൻ തീരുമാനിക്കുന്നു. അതിനായി സ്കെച്ചൊക്കെ ഇടുന്നുണ്ട്. അതിനായി ഒരു സ്ഥലം അവൻ കണ്ടുവെക്കുന്നു. ഈ അച്യുതന് ഒരു മകളുണ്ട്. അവരുടെ പേര് കാവ്യ എന്നാണ്. ഈ പെൺകുട്ടി പാട്ട് പഠിപ്പിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. എപ്പോഴും മകളെ അച്യുതൻ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അച്യുതനെ എന്തെങ്കിലും ചെയ്യണമെന്ന് മഞ്ജ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഈ അച്യുതൻ ആ മാസ്റ്റർ സെൽവയോടൊപ്പം ചേർന്ന് മദ്യപിക്കുന്നുണ്ട്. മാസ്റ്റർ സെൽവയുടെ ഭാര്യ ഇയാളെ വഞ്ചിക്കുന്നുണ്ടെന്നും അവളെ കൊല്ലുമെന്നൊക്കെ അയാൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ തന്നെയാണ് ഭാര്യയെ ചുട്ടുകൊന്നതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ മദ്യപിച്ച അച്യുതൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പഴയ ബിൽഡിങ്ങിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ്. ഈ അച്യുതനും എന്താണെന്ന് നോക്കാമെന്ന് കരുതി ഉള്ളിലേക്ക് പോവാണ്. അയാൾ ഉള്ളിൽ കയറിയ ഉടനെ ആരോ പുറത്തു നിന്ന് വാതിലടയ്ക്കുന്നു. അതുപോലെ ആ മുറിക്കുള്ളിൽ ഒരു പെൺകുട്ടി നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മഞ്ജ ഇവിടെ മോശമായ കാര്യങ്ങൾ നടക്കുന്നു, വന്ന് നോക്ക് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ആരാണെന്നറിയാമോ? ആ അച്യുതന്റെ മകൾ തന്നെയായിരുന്നു. അച്യുതൻ മകളോട് മോശമായി പെരുമാറിയെന്ന് വരുത്തി തീർക്കാനാണ് ഇവരെ രണ്ടുപേരെയും ഒരേ മുറിയിൽ പൂട്ടിയിട്ടത്. നാട്ടുകാരൊക്കെ അച്യുതൻ സ്വന്തം മകളോട് തന്നെ മോശമായി പെരുമാറിയെന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ആ മഞ്ജ പ്രതികാരത്തിനായി ഇങ്ങനെ ചെയ്തതാണെന്ന് ഈ പോലീസുകാരൻ പറയുന്നു. ഈ കാര്യം കാരണം ആ പെൺകുട്ടി കുറച്ചു നാൾ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ അച്യുതൻ സാധാരണ പോലെ നടക്കുകയാണ്. ഇവനെന്താ സാധാരണ പോലെ നടക്കുന്നത്? അപ്പോൾ ഇവനെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് മഞ്ജ തീരുമാനിക്കുന്നു. ഈ മഞ്ജ ക്രൂരമായി അവനെ കൊല്ലണമെന്ന് കരുതി അന്ന് രാത്രി വീട്ടിൽ കയറുകയാണ്. അയാളെ ക്രൂരമായി കൊല്ലുന്നു. മഞ്ജയാണ് അച്യുതനെ കൊന്നതെന്ന് ഈ പോലീസുകാരൻ കണ്ടുപിടിച്ചിരുന്നു. കാരണം അന്വേഷണത്തിൽ അന്ന് രാത്രി അവൻ ആ വീട് വിട്ട് ഓടിപ്പോയത് ചില നാടക പ്രവർത്തകർ കണ്ടിരുന്നു. മഞ്ജയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്വേഷിച്ചിരുന്നു. അവസാന നിമിഷം വരെ ആ മഞ്ജയെ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയാണ്. ശരി, മഞ്ജയുടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ എനിക്ക് വേണമെന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം വിവരങ്ങളൊക്കെ നൽകുന്നു. ഇപ്പോൾ നായകൻ മഞ്ജയുടെ അമ്മയും അനിയത്തിയും കാണാനായി വരികയാണ്. അമ്മ അവനെക്കുറിച്ച് ചോദിച്ച് ഇവിടെ വരരുത്, അവനെ അന്ന് ഓടിച്ചു വിട്ടതാണ്, അതിനുശേഷം അവൻ ഈ വീടിന്റെ പരിസരത്തേക്കേ വന്നിട്ടില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ നായകൻ ഉള്ളിൽ കയറി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ അനിയത്തിയുടെ കല്യാണ കാസറ്റ് ഇട്ട് നോക്കുന്നു. ആ കല്യാണത്തിന് ഒരു പക്ഷെ അവൻ വന്നിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ മഞ്ജ വന്നിട്ടുള്ളതായി അവർക്ക് മനസ്സിലാവുന്നു. ഈ മഞ്ജയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറില്ലേ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ഇവരുണ്ടായിരുന്നു. ആ കാര്യം നായകന് ഓർമ്മ വരുന്നു. ഉടനെ അന്വേഷിക്കാൻ പോലീസുകാരോട് പറയാണ്. പോലീസുകാർ പറയുന്നത്, സാർ കുറച്ചു നാൾ മുമ്പേ അവൻ ഡോക്ടറെ വിട്ടുപോയി സാർ, ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നാണ്. അവൻ എവിടെയുണ്ടെങ്കിലും ഉടനെ പിടിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. മറ്റൊരു വശത്ത് വീണ ആരുടെ വീട്ടിൽ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാൻ പറഞ്ഞിരുന്നല്ലോ. ആ വിവരം കിട്ടിയ ഉടനെ അദ്ദേഹം ഞെട്ടിപ്പോവാണ്.
കാരണം അദ്ദേഹത്തിന്റെ ചേച്ചിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടിക്കാണ് ആ വീണ കിട്ടിയത്. അപ്പോൾ അടുത്തതായി അളിയനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അളിയനെ രക്ഷിക്കണമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഇപ്പോൾ ചേച്ചിയെ കാണാനായി വരുന്നു. അളിയന് ഒരു അപകടം വരാൻ പോകുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട്. എന്ത് അപകടം വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം, നിന്റെ സഹായമൊന്നും ആവശ്യമില്ല, ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അനിയനെ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിടുന്നു. എങ്കിലും അനിയൻ പറഞ്ഞതിൽ അവർക്കൊരു ഭയം ഉണ്ടാവുന്നുണ്ട്. വേഗം ജോലി കഴിഞ്ഞ് സുരക്ഷിതമായി വാ എന്നവർ പറയുന്നു. ചേച്ചിക്ക് സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യണമെന്ന് കരുതി അദ്ദേഹം അളിയനെ നിരീക്ഷിക്കാനായി വരുന്നു. അളിയൻ ഓഫീസിൽ നിന്നും പുറത്തു വരുമ്പോൾ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കുറുകെ ഒരു വണ്ടി വരികയാണ്. അദ്ദേഹം വേഗം പോവെന്ന് പറഞ്ഞ് ആ വണ്ടിക്കാരനെ ഓടിച്ചു വിടുന്നു. അപ്പോൾ അളിയനെ കാണാതാവുകയാണ്. അയ്യോ, അതിനുള്ളിൽ തട്ടിക്കൊണ്ടുപോയോ എന്ന് അദ്ദേഹം ഭയക്കുമ്പോൾ അളിയൻ മറ്റൊരു ഭാഗത്ത് കൂടി പുറത്തു വരുന്നു. അളിയൻ സേഫ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നായകൻ ആശ്വാസമാവുന്നത്. എൻ്റെ അളിയനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാൻ പോലീസുകാരോട് അദ്ദേഹം പറയുന്നു. നായകൻ മഞ്ജയുടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു തുണിക്കടയുടെ കവർ കണ്ടിരുന്നു. ഒരുപക്ഷെ മഞ്ജയാണോ അത് വാങ്ങിക്കൊടുത്തതെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. അതിനായി അദ്ദേഹം ആ തുണിക്കടയിൽ വരികയാണ്. CCTV പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. പോലീസുകാരും ആ സാരി വാങ്ങിയത് ആരാണെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ മഞ്ജയാണ് അത് വാങ്ങിയതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ മഞ്ജ ഫാമിലിയോടൊപ്പം ചേർന്നു. ഫാമിലി കള്ളം പറയാണ്, അവൻ ആ വീട്ടിൽ തന്നെയുണ്ട്, വീടിനുള്ളിൽ കയറണമെന്ന് അദ്ദേഹം പറയുന്നു. സത്യത്തിൽ മഞ്ജ അമ്മയോടൊപ്പം തന്നെയുണ്ട്, ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസുകാർ വീട്ടിലേക്ക് വരുന്നത് വീടിനുള്ളിൽ നിന്ന് അവൻ ശ്രദ്ധിക്കുന്നു. ഒളിക്കണമെന്ന് കരുതി ഓരോ സ്ഥലത്തായി ഒളിക്കുകയാണ്. എന്നാൽ പോലീസുകാർ കണ്ടുപിടിച്ച് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്ന 2 പോലീസുകാരെയും അവൻ ക്രൂരമായി ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിക്കുമ്പോൾ നമ്മുടെ നായകൻ അവിടെ എത്തുകയാണ്. നായകൻ അവനെ വല്ലാതെ മർദ്ദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നായകൻ അവനെ പിടികൂടുന്നു. പ്രണയിക്കുന്നത് തെറ്റാണോ സാർ? അതിന് പോയി ആ പ്രിയയുടെ അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു, എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. അതിന് ആ അച്യുതനും കാരണമാണ്. അതുകൊണ്ടാണ് അവനും അവൻ്റെ മകളും മോശമായ രീതിയിൽ നിൽക്കുന്നതായി ഞാൻ വരുത്തി തീർത്തത്. അതിൽ അവൻ കഷ്ടപ്പെടുമെന്ന് കരുതിയപ്പോൾ അവൻ യാതൊരു കഷ്ടപ്പാടുമില്ലാതെ സാധാരണ പോലെ നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്. അന്ന് രാത്രി ഞാൻ അവൻ്റെ വീട്ടിൽ കയറി എന്നവൻ പറയുന്നു. ഇവൻ അവിടെ കയറി കൊലപാതകം ചെയ്യാനാണ് വന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനു മുൻപേ ആരോ അവനെ കൊന്നിരുന്നു. കാരണം നമുക്ക് മുൻപേ ആരോ അവനെ കൊന്നു കളഞ്ഞല്ലോ എന്ന് കരുതി ഈ മഞ്ജ ഭയന്നിരുന്നു. വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ അവൻ ഓടുമ്പോഴാണ് ആ നാടകക്കാർ കണ്ടത്. അവൻ പറയുന്നത് ഞാൻ കൊല്ലാനാണ് പോയത്, എന്നാൽ ഞാൻ കൊന്നിട്ടില്ല എന്നാണ്. അച്യുതനോടുള്ള ദേഷ്യം കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ജോലിക്ക് കയറി ഓരോ ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവനാണെന്ന് കരുതി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബോഡി കണ്ടു. മുൻപ് കൊലപാതകം ചെയ്തയാൾ തന്നെയാണ് ഈ കൊലപാതകവും ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഡോക്ടറെ വിട്ട് ഉടനെ പോകുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. അവൻ പറയുന്നത് ഇപ്പോൾ നടന്ന കൊലപാതകത്തിനും ഞാൻ കാരണമല്ല, ആ അച്യുതൻ്റെ കൊലപാതകത്തിനും ഞാൻ കാരണമല്ല എന്നാണ്. ഈ കഥയൊക്കെ വേറെ ആരോടെങ്കിലും പറ, ഞാൻ വിശ്വസിക്കില്ല എന്ന് നായകൻ പറയുന്നു. ഇതുകൂടാതെ അവൻ ചെയ്ത കാര്യത്തിന് നായകൻ വല്ലാതെ ചീത്ത പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, അച്യുതനോട് നിനക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ അച്യുതനെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആ പെൺകുട്ടി എന്ത് പാപം ചെയ്തു? എന്തിനാണ് ആ പെൺകുട്ടിയെ നീ ഇങ്ങനെ ചെയ്തത്? ആ സംഭവം നടന്നതിന് ശേഷം എല്ലാവരും ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. അത് സഹിക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ നിനക്ക് നടന്നത് അനീതിയാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ പെൺകുട്ടിക്ക് നടന്നത് മാത്രം അനീതിയല്ലേ? എന്താണ് ഇങ്ങനെ ഒരു മോശമായ കാര്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നു. ഇപ്പോൾ നടക്കുന്ന കൊലപാതകത്തിനും നീ തന്നെയാണ് കാരണമെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് നിന്റെ വാഗൊണ്ട് തന്നെ സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാർ, ഈ മഞ്ജ പറയുന്ന പോലെ നമ്മൾ എന്താ ചിന്തിക്കാത്തത്? വേറെ ആരെങ്കിലും ആയിക്കൂടെ ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അല്ല ചേട്ടാ, ഇവൻ തന്നെയാണ് ചെയ്തത്, കഥ ഉണ്ടാക്കുകയാണ്. ഇവന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു കൊണ്ടുവരാം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇപ്പോൾ പെട്ടെന്ന് പോലീസുകാർ മഞ്ജ ആത്മഹത്യ ചെയ്തു സാർ, വാ വാ എന്ന് പറയാണ്. ഇപ്പോൾ വേഗത്തിൽ അവനെ നോക്കാനായി വരുന്നു. നായകൻ സംസാരിച്ചത് അവന് കുറ്റബോധം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. രക്ഷിക്കാൻ കഴിയാതെ അവൻ മരിക്കുകയാണ്. ഇനി കൊലപാതകം നടക്കില്ല, ഇവൻ തന്നെയാണ് കില്ലർ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ചേച്ചി വരുന്നത്. അളിയൻ വീട്ടിൽ വന്നിട്ടില്ല, അദ്ദേഹത്തെ കാണാതായി എന്ന് അവർ പറയുന്നു. അളിയനെ കാണാതായെങ്കിൽ യഥാർത്ഥ കുറ്റവാളിയെ നമ്മൾ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇപ്പോൾ നായകൻ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഓർത്തു നോക്കുകയാണ്. മഞ്ജ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൂടാതെ വേറെ ആർക്കോ ദേഷ്യം ഉണ്ടായിരുന്നു, അവനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അവൻ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ പോലീസുകാരനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ആ അച്യുതന് കാവ്യ എന്ന പേരുള്ള പെൺകുട്ടി മാത്രമല്ല, ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. കുടുംബത്തിലെല്ലാവരും മരിച്ചതിന് ശേഷം ഒരു സ്ത്രീ അവനെ ദത്തെടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പയ്യൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുന്നു. ആ പയ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് കരുതി എല്ലാ ഭാഗത്തും അന്വേഷിക്കുകയാണ്.
അപ്പോഴാണ് അളിയന്റെ കോൾ വരുന്നത്. അതായത് തട്ടിക്കൊണ്ടുപോയി വെച്ചിരുന്നവർ ശ്രദ്ധിക്കാത്ത സമയം നോക്കി അവന്റെ ഫോണിൽ നിന്നും വിളിച്ചതാണ്. അളിയ, ആ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ ഒരു മീൻ വലയുണ്ട്, മീൻ വല മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്നൊക്കെ അളിയൻ പറയുന്നു. അളിയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവിടേക്ക് വരുന്നുണ്ട്. അവൻ വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെടുന്നു. ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പോലീസുകാരോട് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അദ്ദേഹവും ടീമും വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിയിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അവർ ആ വണ്ടി തടഞ്ഞു നിർത്തുന്നു. ആ വണ്ടിക്കുള്ളിൽ ആരോ ഫോൺ ഇട്ടിരിക്കുകയാണ്. അതായത് പോലീസുകാർ ട്രേസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഫോൺ ഇങ്ങനെ എറിഞ്ഞതായിരിക്കാം. അളിയൻ കുറച്ചു നേരം സംസാരിച്ചില്ലേ, അപ്പോൾ അളിയൻ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. മീൻ വലയുണ്ടെന്ന് അളിയൻ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ അളിയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റേഡിയോ പാടിക്കൊണ്ടിരിക്കുന്ന പോലുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ഓർക്കാണ്. സത്യത്തിൽ പാട്ട് ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ റേഡിയോ ശബ്ദം കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റേഷനിലുള്ള ലേഡി കോൺസ്റ്റബിൾ മരിച്ചപ്പോൾ വീട്ടിൽ പോയി പയ്യനെ ആശ്വസിപ്പിച്ചില്ലേ, ആ പയ്യനും റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അവിടെ പോയത്. ആ പയ്യനാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. കാരണം ആ പയ്യന്റെ വീടിനടുത്ത് മീൻ വലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ആ പയ്യനൊരു പഴയ വണ്ടിയുണ്ട്. ആ വണ്ടിയാണ് അളിയനെ നിരീക്ഷിക്കുമ്പോൾ കുറുകെ വന്നത്. തീർച്ചയായിട്ടും അവൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം ആശ്വസിപ്പിക്കാൻ പോയപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ അവന്റെ മുഖം കാണിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അവന്റെ മുഖം കാണിക്കുന്നത്. നായകൻ ഊഹിച്ചത് ശരിയാണ്, ഇവനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കാരണം ഇവൻ വീടിനുള്ളിലേക്ക് വരുമ്പോൾ അവിടെ നായകന്റെ അളിയനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവൻ അളിയനെ ടോർച്ചർ ചെയ്യാണ്. ഇവിടെയാണ് ഇവന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവന്റെ പേര് നമുക്ക് വിനയ് എന്ന് പറയാം. ഈ വിനയ് കാവ്യയുടെ അനിയനാണ്. ചേച്ചി പാട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവന്റെ അച്ഛനാണ് അച്യുതൻ. ആ അച്യുതൻ മക്കളെ ശ്രദ്ധിക്കാറേയില്ല, എപ്പോഴും മദ്യപിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചി വീട്ടിൽ തന്നെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യും. എപ്പോഴും മ്യൂസിക് ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം, മ്യൂസിക് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് അച്യുതൻ ഭയങ്കരമായ ബഹളം ഉണ്ടാക്കും. അപ്പൊ തന്നെ പരസ്പരം ഇവർക്ക് വലിയ ഇഷ്ടമില്ല. ഇത്തരം സമയത്താണ് മഞ്ജ ചെയ്ത പണിയിൽ അച്ഛൻ ഇവർക്കെതിരെ മോശമായി പെരുമാറി എന്നൊരു വാർത്ത വരുന്നത്. അനിയനും ചേച്ചിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ചേച്ചിക്കായി ഒരു വീണ അവൻ തയ്യാറാക്കുന്നു. കടയിൽ പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ചേച്ചിക്ക് കൊടുക്കാമെന്ന് കരുതി വീട്ടിലേക്ക് വരുന്നു. നോക്കുമ്പോൾ ചേച്ചി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സത്യത്തിൽ അച്യുതൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. നാട്ടുകാരെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ സംസാരിച്ചതാണ്. ഇപ്പൊ മകൾ മരിച്ചതിനെ കുറിച്ച് ഓർത്ത് അച്യുതൻ വിഷമിക്കുന്നുണ്ട്. എന്നാൽ ഇത് നോക്കി നിൽക്കുന്ന മകൻ അച്യുതനോട് തന്നെയാണ് ദേഷ്യപ്പെടുന്നത്. കാരണം ഇവനെ സംബന്ധിച്ച് ഈ കിഴവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന ദേഷ്യത്തിലാണ് അവൻ. ഇയാളുടെ കഥ നമുക്ക് കഴിക്കണം എന്ന് കരുതി അന്ന് രാത്രി ഇവൻ തന്നെയാണ് അയാളെ കൊന്നത്. ചേച്ചി പാടിയത് റെക്കോർഡറിലുണ്ട്. അത് വീണ്ടും വീണ്ടും ഈ വിനയ് കേട്ടുകൊണ്ടിരിക്കും. വിനയ് ഇപ്പോൾ അനാഥനായല്ലോ. ഒരു സ്ത്രീ ഇവനെ ദത്തെടുക്കുന്നു. ദത്തെടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നായകന്റെ അസിസ്റ്റന്റ് ആയ ലേഡി കോൺസ്റ്റബിൾ ആണ്. അവരും സ്വന്തം മകനെ പോലെ തന്നെയാണ് വളർത്തുന്നത്. സന്തോഷമായിരിക്കുന്നത് കൊണ്ട് അവൻ പഴയതൊക്കെ മറന്ന് സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്. പിന്നീട് ഈ അമ്മ മരിക്കുന്നു. അസുഖം ബാധിച്ച് മരിക്കുകയാണ്. ഇത് കാരണം അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതും ചേച്ചിയുടെ ഓർമ്മകൾ, അച്യുതന്റെ ഓർമ്മകൾ എല്ലാം വരുന്നു. ഇവൻ ഇറച്ചി വെട്ടുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇവന്റെ കടയ്ക്ക് എതിർവശത്താണ് ആ മ്യൂസിക് സ്കൂളുള്ളത്. ആ മ്യൂസിക് സ്കൂളിൽ നിന്നും ഒരു പെൺകുട്ടിയെ അച്ഛൻ മ്യൂസിക് ഒന്നും വേണ്ട, പഠിപ്പിൽ ശ്രദ്ധിക്ക് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണ്. കുറച്ച് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കാണുമ്പോൾ ഇവന് തൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു. അതായത് അച്യുതനെ ഓർമ്മ വരികയാണ്. ചേച്ചിയെ പാടാൻ അനുവദിക്കാതെ നശിപ്പിച്ചില്ലേ, അതുപോലെ ഈ അച്ഛന്മാരും നശിപ്പിക്കുകയാണ്. ഇവരെ എന്തെങ്കിലും ചെയ്യണം എന്നവൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ദേഷ്യത്തിൽ അവരെല്ലാം കൊലപ്പെടുത്തുകയാണ്. അതായത് പെൺകുട്ടികൾ പഠിപ്പിൽ ശ്രദ്ധിക്കണം, മ്യൂസിക്കൽ സമയം കളയരുത് എന്നതുകൊണ്ടാണ് അച്ഛന്മാർ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്നാൽ ഇയാൾ തൻ്റെ അച്ഛനെ ഓർത്ത് ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരെയായി അവൻ കൊല്ലുന്നത്. നമ്മുടെ നായകന്റെ ചേച്ചിയുടെ മകളും മ്യൂസിക് പഠിക്കുന്നുണ്ട്. അളിയൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടും ഉണ്ടാവും. അത് കണ്ടാണ് അവൻ അളിയനെ ടാർഗറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇവനാണെന്ന് നായകൻ കണ്ടുപിടിച്ചല്ലോ. ഇവന്റെ വീട്ടിലേക്ക് നായകൻ കയറുന്നു. ആ സമയം ഇവൻ വീട്ടിലില്ല. നായകൻ അളിയനെ രക്ഷിക്കാമെന്ന് കരുതി കെട്ടൊക്കെ അഴിക്കുകയാണ്. അപ്പോഴാണ് അവൻ അവിടേക്ക് വരുന്നത്. പിന്നിൽ നിന്നും അവൻ ആക്രമിക്കുന്നു. നായകൻ അത് തടഞ്ഞ് ഫൈറ്റ് ചെയ്യാണ്. ഇരുവരും മാറി മാറി ഫൈറ്റ് ചെയ്യുന്നു. ആ സമയം ആ റെക്കോർഡർ താഴെ വീണ് പൊട്ടുകയാണ്. റെക്കോർഡറിൽ ചേച്ചിയുടെ പാട്ടുണ്ട്. അത് പൊട്ടിയപ്പോൾ അവൻ വല്ലാതെ വിഷമിക്കുന്നു. ആ സമയം അവൻ കുറച്ച് വീക്കാണല്ലോ. ഇതാണ് തക്കമെന്ന് കരുതി നായകൻ അവനെ വല്ലാതെ മർദ്ദിക്കുന്നു. ഈ ഫൈറ്റിൽ ഒരു ഘട്ടത്തിൽ താഴെ വീണ് അവൻ മരിച്ചു പോകുന്നു. ചേച്ചി ഒരിടത്ത് നിൽക്കുന്നതായും ആ സ്ഥലത്തേക്ക് ഇവൻ വീണ കൊണ്ടുവന്ന് ചേച്ചിയോട് സംസാരിക്കുന്നതായും അവൻ സങ്കല്പിക്കുന്നു. മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്. നായകൻ ഈ കേസ് സോൾവ് ചെയ്യുന്നു. ഇപ്പോൾ ചേച്ചി നായകന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇത്രയും വർഷം മിണ്ടാതിരുന്ന ചേച്ചി വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയെന്ന് കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.